ഇപ്പോൾ വാളയാർ കേസ് CBI അന്വേഷിക്കുകയാണല്ലോ. ഇപ്പോൾ ഞാൻ കരുതുന്നില്ല അതിലെന്തെങ്കിലും സംഭവിക്കുന്നു. കാര്യം എന്താണ്, അതിൻ്റെ അടിത്തറയാകേണ്ട തെളിവുകൾ എന്നേക്കുമായി നിഷ്കാസനം ചെയ്യപ്പെട്ടു. അതുകൊണ്ടാണ് ആ കേസ് പിന്നീട് എന്താ പ്രതികളെ വെറുതെ വിടലിലേക്കും പിന്നെ തിരിച്ചു വിളിച്ചിട്ടും കാര്യമായിട്ട് ഒന്നും ഉണ്ടാവാത്തതിലേക്ക് കേസ് ബ്ലീഡ് ചെയ്യാനുള്ള കാരണം ആ കേസിൻ്റെ അടിത്തറയാകേണ്ട തെളിവുകൾ നഷ്ടപ്പെട്ടു. അതുതന്നെ ഇതിലും സംഭവിക്കുന്നു. വാളയാറിൽ കേട്ടു ഒരു രാഷ്ട്രീയ ബന്ധത്തിൻ്റെ ആരോപണം. ഇപ്പോൾ ഡീൻ കുര്യാക്കോസ് ഇന്നിപ്പോൾ DYFI ചേർത്ത് പറയുന്നുണ്ട്. അത് ആ ഡീൻ്റെ രാഷ്ട്രീയം എന്ന് തന്നെ കരുതൂ. KK ശിവരാമൻ CPIയുടെ ജില്ലാ സെക്രട്ടറി ആയ ആൾ പറയുകയാണ്, ബാഹ്യ സമ്മർദ്ദം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അന്വേഷിക്കണം, അങ്ങേയറ്റം നൈരാശ്യമാണ് എന്ന് പറയുകയാണ്. ഇനി അതും ഏതെങ്കിലും തരത്തിലുള്ള രാഷ്ട്രീയമാണെന്ന് വിശ്വസിച്ചാൽ തന്നെയും ഇത്രയും സുപ്രധാനമായൊരു കേസിൽ ഒരു പോലീസ് അലംഭാവത്തിൻ്റെ അങ്ങേയറ്റം, അലംഭാവത്തിൻ്റെ പരകോടിയിൽ പോലീസ് മാത്രം വിചാരിച്ച് പെരുമാറും എന്ന് കരുതണോ, എന്ന് നിഷ്കളങ്കമായി കരുതണോ CR? ഒരിക്കലുമില്ല. എനിക്ക് സന്തോഷമുള്ളൊരു കാര്യം, ആകെ വാളയാർ കേസിൽ നിന്നൊരു ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ട്. അവിടെ ആത്മഹത്യയാണെന്ന് പോലീസിന് സംശയം ഉണ്ടായില്ല. ഇവിടെ ആത്മഹത്യയല്ല എന്ന് കോടതിയും പോലീസും അംഗീകരിച്ചതിൽ വളരെ സന്തോഷം. അത്രേ പറയാൻ പറ്റൂ. കൊലപാതകം 6 വയസ്സായ കുട്ടി ആത്മഹത്യ ചെയ്തു എന്ന് പറഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഹസ്ബി ചോദിച്ച ചോദ്യം, ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം എന്താ? ഒരു കേസിൻ്റെ, പ്രത്യേകിച്ച് ക്രിമിനൽ കേസിൻ്റെ, ജോർജ് ജോസഫ് സാർ ഇറങ്ങിയിരിക്കുന്നുണ്ട്, ഏറ്റവും പ്രധാനം, ഏറ്റവും ആദ്യം എത്ര കൃത്യമായി അന്വേഷണം നടക്കുന്നു എന്നുള്ളതാണ്. വാളയാറിൽ ഇത് തന്നെ സംഭവിച്ചത്. 42ാമത്തെ കുട്ടി മരിച്ചതിന് ശേഷമാണ് അന്വേഷണം തുടങ്ങുന്നത്. ആദ്യത്തെ കുട്ടി മരിച്ചിട്ട് ഒരു അന്വേഷണവും ഇല്ല. 2 പ്രതികളെ വിളിക്കുന്നു, ആരോ വിളിച്ചു പറയുന്നു, അവരെ വിടുന്നു, പിന്നെ ഒന്നുമില്ല. 2ാമത്തെ കുട്ടി മരിച്ചിട്ടാണ് പോലീസോ ആളുകളൊക്കെ വരുന്നത്. അതാ ഒരു കാര്യം. ഇവിടെ ഇപ്പോൾ അപ്പീൽ പോകുന്നു പറഞ്ഞു. എനിക്ക് ഭയങ്കര വിഷമമുണ്ട് സത്യത്തിൽ. ഇത് അപ്പീൽ പോയിട്ട് എന്ത് ചെയ്യാനാണ്? അഷ്മി ചോദിച്ച പോലെ ഇത് അപ്പീൽ പോയത് അവിടുന്നും തള്ളും. അവിടുന്നും തള്ളുന്നു മാത്രമല്ല, എവിടുന്നും തള്ളും. കാരണം നേരത്തെ പറഞ്ഞതുപോലെ അടിസ്ഥാനപരമായി വേണ്ട തെളിവുകൾ, ഫോറൻസിക് അടക്കം ശാസ്ത്രീയമായ തെളിവുകൾ എല്ലാം തന്നെ നശിപ്പിക്കപ്പെട്ടിരിക്കുന്നു. നേരത്തെ DNA കാര്യം പറഞ്ഞു. മറ്റു പരിശോധനകൾ കഴിഞ്ഞപ്പോൾ DNA കൊടുക്കാൻ വേണ്ട മുടി ഉണ്ടായില്ല. എന്തൊരു അപഹാസ്യമായ നിലപാടാണ്. ഐഡന്റിക്കൽ സിമിലർ ഒന്നുമല്ല. സിമിലർ എന്ന് പറഞ്ഞിട്ടൊരു കാര്യമില്ല. ഐഡന്റിക്കൽ എന്ന് പറയണമെന്ന് കോടതി കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതിന് തന്നെയാണ് DNA ടെസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞ്. ടെസ്റ്റ് ചെയ്തില്ല. ഇതൊന്നും പോലീസ് ചെയ്യാതിരുന്നത് ഒരു സമ്മർദ്ദവുമില്ലാതെ വെറും തമാശയ്ക്ക് അവർ ഇത്ര ഗൗരവമില്ലാത്തതുകൊണ്ടാണോ? മാത്രമല്ല, വാളയാർ പോലെയല്ല, ഈ കേസിൽ എന്തൊരു മാധ്യമ ശ്രദ്ധയായിരുന്നു ആ ഘട്ടത്തിൽ, എത്ര ശക്തമായി. കാരണം വാളയാറിൻ്റെ കൂടി ബാക്ക്ഗ്രൗണ്ടിലുണ്ട്, നമ്മളൊക്കെ അവിടെ പോയതാണ്. എത്ര കൃത്യമായിരുന്നു, എത്ര വലിയ ശ്രദ്ധയായിരുന്നു നിങ്ങൾ മാധ്യമങ്ങളും സമൂഹവും എല്ലാം. ഇപ്പോൾ ശിവരാമൻ പറഞ്ഞു എന്ന് പറഞ്ഞു. യഥാർത്ഥത്തിൽ ഈ കുട്ടിയുടെ അമ്മായി, എൻ്റെ അറിവ് ശരിയാണെങ്കിൽ ഈ കുട്ടിയുടെ അച്ഛൻ്റെ പെങ്ങളാണ് അവിടുത്തെ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ്. CPIക്കാരിയാണ്, അഴുത ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ്. അപ്പം എന്നിട്ട് അവർക്ക് പോലും ഈ അന്വേഷണത്തിൽ വിശ്വാസമില്ല. അന്വേഷണം അട്ടിമറിക്കപ്പെട്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് പറയാൻ അവർക്ക് കിട്ടുന്നില്ല. ബാഹ്യ ശക്തികളുടെ ഇടപെടലുണ്ട് എന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. കാരണം പോലീസുകാർക്ക് ഇപ്പം നേരത്തെ ചോദിച്ചല്ലോ, എൻ്റെ DYSP അവിടെ പോയി? പോക്സോ കേസ്, SC/ST കേസൊക്കെ അന്വേഷിക്കേണ്ട DYSP അവിടെ പോയി? ഇതിൽ SC/ST ആഡ് ചെയ്യാത്തതിന് അവർ പറഞ്ഞ കാരണം പ്രതി SC/ST ആയതുകൊണ്ടാണ്. പക്ഷേ കേസിൻ്റെ മെറിറ്റിൽ നോക്കുമ്പോൾ ആക്രമിക്കപ്പെട്ട വിക്ടിം SC/ST ആണെങ്കിൽ SC/ST ആക്ട് ഇട്ടിട്ട് കേസ് തുടങ്ങാം. SC/ST ആണ് പ്രതി, നമുക്ക് തന്നെ പറയാൻ പറ്റും. ആണെന്ന് എങ്ങനെയാണ് അവർ ആദ്യം തീരുമാനിച്ചത്? അവിടെ നിന്ന് തന്നെ തുടങ്ങണ്ടേ? അവിടെ പ്രതിയെ പിടിക്കുമ്പോൾ അല്ലെങ്കിൽ മാറ്റാം. ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം, പോലീസ് സമ്മർദ്ദത്തിന് കീഴ്പ്പെട്ട് തന്നെയാണ് ഈ കേസ് അന്വേഷിച്ചത്. സമ്മർദ്ദത്തിന് കീഴ്പ്പെട്ടാണ്. ഇപ്പം നേരത്തെ പറഞ്ഞല്ലോ, ചോദിക്കാനും പറയാനും ആളില്ല. പാവങ്ങളായ മനുഷ്യർ, അന്നന്നത്തെ കൂലിക്ക് വേണ്ടി പോകുന്നവർ, അത് വാളയാറിലാണെങ്കിലും വണ്ടിപ്പെരിയാറിലാണെങ്കിലും അന്നന്നത്തെ ജോലിക്ക് പോകേണ്ടി വരുന്ന അച്ഛനമ്മമാർ, അവർക്ക് കുട്ടിയെ ഒറ്റയ്ക്ക് വിട്ട് പോകേണ്ടി വരും. അന്ന് കോവിഡിൻ്റെ ഒരു കാലമാണ്, വീട്ടിലിരുന്ന് പഠിക്കലും അങ്ങനെയൊക്കെയാണ്. ആ ഒരു ഘട്ടത്തിൽ ഇപ്പോൾ പ്രതിക്ക് വേണ്ടി കണ്ണീരൊഴുക്കാനൊക്കെ ആളുകൾ ഇറങ്ങിയിട്ടുണ്ട്. 2.5 വർഷം വെറുതെ ജയിലിൽ കിടന്നില്ലേ എന്നൊക്കെ പറയുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ വരികയാണ്. അപ്പം അമ്മ പറയുന്നത് ഞാൻ വിശ്വസിക്കുന്നു, ഇയാൾ തന്നെയായിരിക്കും പ്രതി എന്ന് പറയാനുള്ള അമ്മയ്ക്ക് ഒരുപാട് സാഹചര്യങ്ങളുണ്ട്. പക്ഷെ ആ സാഹചര്യം കോടതിയുടെ മുമ്പിൽ തെളിവായി കാണിക്കുന്നതിൽ പോലീസ് പരാജയപ്പെട്ടു എന്നല്ലേ ജഡ്ജ്മെന്റ്? ഇയാൾ പ്രതിയല്ല എന്നൊന്നും കോടതി പറഞ്ഞിട്ടില്ല. ഇയാൾ പ്രതിയല്ല എന്ന് പറഞ്ഞില്ല, ഇയാൾ കുറ്റം ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞിട്ടില്ല. നമ്മുടെ ക്രിമിനൽ കേസിന്റെ നിയമം എന്താ? സംശയാതീതമായി ബിയോണ്ട് റീസണബിൾ ഡൗട്ട് പ്രൂവ് ചെയ്യണമെന്നാണ്. ഇവിടെ നോക്കൂ, ആദ്യത്തെ ദിവസം ഇയാൾ കോടതി പോകുന്നതിന്റെ പോലീസ് സ്റ്റേഷൻ കൊണ്ടുപോകുന്നത് PW1 കൂടെ ഇയാൾ പോകുന്നത്. അവിടെ തന്നെ മൊഴിയിൽ വൈരുദ്ധ്യം വരികയാണ്. മൊഴി മാറണ്ട. ഇവിടെ ഈ മറ്റേ കേസിൽ എന്താ? മധുവിന്റെ കേസിൽ മൊഴി മാറ്റുന്നതിന്റെ പ്രാധാന്യം എന്താ? ദൃക്സാക്ഷികളാ മൊഴി മാറ്റണേ. ഇവിടെ ദൃക്സാക്ഷിയില്ല. സാഹചര്യ തെളിവുകളിൽ മൊഴി മാറ്റപ്പോൾ കടയിൽ പോയി സാധനം മേടിച്ചോ,
അല്ലെങ്കിൽ ഇവൻ അയാളോട് ഇത് പറഞ്ഞോ ഇവരോട് ഇത് പറഞ്ഞോ, ഇതൊന്നും കോടതിയിൽ മൊഴിയായി നിൽക്കില്ലല്ലോ. അയാൾ പറഞ്ഞ കേട്ടു, അതൊക്കെ നമുക്ക് സൂചനകളാണ്. അതൊന്നും എവിഡൻസ് ആക്ട് അനുസരിച്ച് തെളിവല്ല. അത് കോടതി പറയുന്നുണ്ട്. സെക്ഷൻ 8, സെക്ഷൻ 7 ഒക്കെ കോടതി ഉദ്ധരിക്കുന്നുണ്ട്, അതിന് തെളിവുകൾ ഉദ്ധരിക്കുന്നുണ്ട്. അപ്പോൾ പ്രശ്നം എന്താ? പ്രശ്നം ഏറ്റവും ബേസിക്കായി ഇത് കേസ് അന്വേഷിച്ചതിൽ തുടക്കത്തിൽ ഇപ്പോൾ CBI പോലും വാളയാർ കേസിൽ ബുദ്ധിമുട്ടുന്നത് അതുകൊണ്ട് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നുണ്ട്. ബേസിക്കായ തെളിവുകൾ പലതും നശിപ്പിക്കപ്പെട്ടു. അവിടെ ഇതുപോലെ വസ്ത്രം ഇതൊക്കെ കത്തിച്ചു കളഞ്ഞു. ഇവിടെ കത്തിച്ചിട്ടില്ല, പക്ഷേ അത് വസ്ത്രം മാനിപ്പുലേറ്റ് ചെയ്യാൻ സമയം കൊടുത്തു. നേരത്തെ പറഞ്ഞല്ലോ, പ്രതി വീട്ടിനകത്ത് കടന്നു. 1-ാം തീയതി 3-ാം തീയതി അല്ലേ ഇത് എടുക്കുന്നേ? 30 മുതൽ 3-ാം തീയതി വരെ 4 ദിവസം തൊട്ടടുത്ത അയൽ വീട്ടിലെ പ്രതിക്ക് 1-ാം തീയതി പോലീസ് സീൽ ചെയ്യുന്ന അതിനകത്ത് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാം? അയാൾ അവിടെ കസേര വെഞ്ഞു മേശ ഇടാൻ പോരുന്നു, എന്തൊക്കെ ചെയ്യാൻ പറ്റും? അപ്പോൾ ഇത് അസ്വാഭാവിക മരണം വന്നാൽ 30-ാം തീയതി വൈകുന്നേരം ആ റൂം സീൽ ചെയ്ത് അവിടുത്തെ സാധനങ്ങൾ, സംശയിക്കുന്ന സാധനങ്ങൾ മുഴുവൻ കസ്റ്റഡിയിൽ എടുക്കാൻ എന്തുകൊണ്ട് പോലീസിന് കഴിഞ്ഞില്ല? 1 കിലോമീറ്റർ പോലും ഇല്ലാത്ത പോലീസ് സ്റ്റേഷൻ നിയമാനം കൊണ്ട് എഴുന്നള്ളി വരാൻ പോലും കഴിഞ്ഞില്ല സിയാർ. പിന്നെയാണോ ബാക്കി കാര്യം? ഞാൻ അങ്ങനെയൊക്കെ എത്താം. ശ്രീ ജോർജ് ജോസഫ്, ഇതിൽ ഏറ്റവും ഇപ്പോഴും ഡിവൈഎസ്പി ഇല്ല. അതെ, ലക്ഷ്മി, ഡിവൈഎസ്പി ഇല്ല ഈ കേസിൽ. അതെവിടെ പോയി? ഇവിടെ ഡിവൈഎസ്പിമാരില്ലേ കേരളത്തിൽ?